ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സാബിൻ എസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ടും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 4 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 26,55,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 2,39,00,000, തമിഴ്നാട്ടിൽ നിന്ന് 80 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 17 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 62 ലക്ഷം എന്നിങ്ങനെ 30,53,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് $3.93 മില്യൺ, അതായത് 36,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ $3.3 മില്യൺ GCCയിൽ നിന്നാണ്, അതായത് 28,11,00,000 രൂപയും ഗൾഫ് കൺട്രീസിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 66,98,00,000 രൂപയാണ് വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷനായി 4 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 4 ദിവസത്തെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ 67 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. 4 ദിവസത്തെ കേരള ഷെയറായി ഈ സിനിമയ്ക്ക് 12,51,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 31,95,00,000 രൂപയും ലഭിച്ചിട്ടുണ്ട്. ഇനി 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ 7 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 33-34 കോടി റേഞ്ചിലാണ് 5 ദിവസം കൊണ്ട് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13-14 കോടി റേഞ്ചിലാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 78-80 കോടി റേഞ്ചിലാണ് വാഴ 2 എത്തിച്ചേർന്നിട്ടുള്ളത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തീരെടുത്തിയ മലയാള സിനിമയാണ് ആട് 3. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 51,18,00,000 രൂപയായിരുന്നു. 19-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50-55 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 51,70,00,000 റേഞ്ചിലാണ് 19 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 120,50,121 കോടി റേഞ്ചിലാണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 19-ാം ദിവസമായ 3-ാമത്തെ തിങ്കളാഴ്ചയാണ് പിന്നിടുന്നത്. 18-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 31 ലക്ഷം രൂപയാണ്. അങ്ങനെ 17,96,00,000 രൂപയാണ് ആദ്യ 18 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ 18 ദിവസം കൊണ്ട് 268,22,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 1,213,74,00,000 രൂപയാണ്. 18 ദിവസത്തെ വിദേശ കളക്ഷൻ 392 കോടി രൂപയുമാണ്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 1,605,74,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 18 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ദുരന്തർ 2 നേടിയെടുത്തിരിക്കുന്നത് 1,622 കോടി രൂപയാണ്. ഇനി 19-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷനായി 10-15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം 19 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 1,620 കോടി റേഞ്ചിലും ഒഫീഷ്യൽ കണക്ക് പ്രകാരം 19 ദിവസം കൊണ്ട് 1,635 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് യൂത്ത്. ഈ ചിത്രവും 19-ാം ദിവസമായ 3-ാമത്തെ തിങ്കളാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 3,70,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1,37,00,000 രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ. തമിഴ്നാട് കളക്ഷനായി 18 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 48,54,00,000 രൂപയാണ്. 18 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 58,91,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $1.21 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 11,30,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 70,21,00,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. മാനസ ശർമ്മ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് രക്കാസ. സംഗീത് ശോഭൻ, നയൻ സരിക, ആശിഷ് വിദ്യാർത്ഥി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം തെലങ്കാനയിൽ 4,31,00,000, ആന്ധ്രാപ്രദേശിൽ 4,23,00,000, കർണാടകയിൽ 84 ലക്ഷം, തമിഴ്നാട്ടിൽ 8 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 ലക്ഷം എന്നിങ്ങനെ 9,56,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,55,000, അതായത് 3,30,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 15 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 12,86,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 13,50,00,000 രൂപയ്ക്കാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 4,90,00,000 ഷെയർ ലഭിച്ച ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് 6,81,00,000 രൂപയുമാണ്. നിലവിൽ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ പകുതി 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.